നമസ്കാരം. തൊഴിൽ വാഗ്ദാനം നൽകി പ്രവാസ ലോകത്തെത്തിച്ച ശേഷം വ്യാജ ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന സെക്സ് ലഹരി മാഫിയയുടെ ചതിക്കുഴിയിൽപ്പെട്ട് ദുബായ് ജയിലിൽ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്ന മലയാളി പെൺകുട്ടിക്ക് താങ്ങായി പ്രവാസി സമൂഹം കൈകോർക്കുന്നു. ദുബായിലെ ഇടുങ്ങിയ മുറിയിൽ ജനിച്ച ഒരു വയസ്സുപോലും തികയാത്ത പൊന്നോമനയുമായി കണ്ണീരും ദുരിതവുമായി ജീവിച്ച യുവതിക്ക് ആശ്വാസത്തിന്റെ തണലൊരുക്കാൻ നിരവധി പ്രവാസി മലയാളികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മലയാളി വനിതയായ ഷമീറ തന്റെ സ്വന്തം വീട്ടിൽ വില്ലയിൽ യുവതിക്കും കുഞ്ഞിനും സൗജന്യമായി താമസ സൗകര്യം നൽകി. ഇവരുടെ ദുരിത ജീവിതത്തിന് താൽക്കാലിക ആശ്വാസം വന്നിട്ടുണ്ട്. കൂടാതെ അഡ്വക്കേറ്റ് പ്രീത ശ്രീറാം മാധവ്, അജ്മാനിലെ സാമൂഹിക പ്രവർത്തക സൽമ സജിൻ, സ്നിഗ്ധ വർമ്മ, സുരേഷ് തൃശൂർ തുടങ്ങിയ പ്രമുഖരും ഇവർക്ക് ആവശ്യമായ നിയമസഹായങ്ങളും ഭക്ഷണവും വസ്ത്രവും വാഗ്ദാനം ചെയ്ത് ഒപ്പം ചേർന്നു. കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമത്തിൽ നിന്നും കുടുംബത്തിന്റെ വലിയ പ്രാരാബ്ധങ്ങൾ മാറ്റാനാണ് BBA 2ാം വർഷ വിദ്യാർത്ഥിനിയായിരിക്കവെ 2024 സന്ദർശക വിസയിൽ ദുബായിലെത്തുന്നത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ അമ്മ ഒറ്റയ്ക്കാണ് നോക്കി നടത്തിയിരുന്നത്. സഹോദരങ്ങളുടെ പഠനവും കുടുംബ ചെലവുകളും തോളിലേറ്റിയ പെൺകുട്ടി വിസ കാലാവധി അവസാനിക്കാൻ നിൽക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട പരസ്യത്തിലാണ് അകപ്പെട്ടത്. മിഥുൻ, ആനന്ദ് എന്നീ മലയാളി യുവാക്കൾ വഴി ആയുർവേദ മസാജ് കേന്ദ്രത്തിൽ റിസപ്ഷനിസ്റ്റായി ജോലി വാഗ്ദാനം ലഭിക്കുകയും തുടർന്ന് പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും തട്ടിയെടുക്കപ്പെടുകയും ചെയ്തു. മൻഖുലിലും ദെയ്റയിലുമുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വൻ ലഹരി അനാശാസ്യ ശൃംഖലയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അതിനൊക്കെ ശേഷമാണ് യുവതി തിരിച്ചറിഞ്ഞത്. ഉപദ്രവിച്ചും ഭീഷണിപ്പെടുത്തിയും തടങ്കലിൽ പാർപ്പിച്ചും ഇവർ യുവതിയെ അനാശാസ്യത്തിന് നിരന്തരം പ്രേരിപ്പിച്ചു. നിരവധി മലയാളി പെൺകുട്ടികൾ ഇത്തരത്തിൽ മസാജ് കേന്ദ്രങ്ങളിലും ജിമ്മുകളിലും കുടുങ്ങി നരകയാതന അനുഭവിക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും യുവതി വെളിപ്പെടുത്തി. മസാജ് സെന്ററിലെത്തിയ സന്ദേശ് എന്ന മലയാളി യുവാവാണ് യുവതിയെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചത്. വിഷുദിനത്തിൽ അവിടെ നിന്നും ഇറങ്ങിയോടി യുവതിക്ക് സന്ദേശ് ഒളിത്താവളം ഒരുക്കി. എന്നാൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയ ലഹരി സംഘം സന്ദേശിന്റെ പക്കൽ ലഹരിമരുന്നടങ്ങിയ ബാഗ് കൊടുത്തുവിടുകയും പിന്നാലെ CID എത്തിച്ചു ചതിയിൽ കുടുക്കുകയും ചെയ്തു. ഇതോടെ 7 മാസം ഗർഭിണിയായിരുന്ന യുവതിയും നവംബറിൽ അറസ്റ്റിലായി. ജയിലിന്റെ തണുത്ത ചുമറുകൾക്കുള്ളിൽ വെച്ചാണ് ജനുവരിയിൽ പെൺകുഞ്ഞിന് യുവതി ജന്മം നൽകിയത്. ജയിൽ അധികൃതരുടെയും മലയാളി നഴ്സുമാരുടെയും സഹായത്തിൽ അന്ന് ജീവൻ നിലനിർത്തി. പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജനന സർട്ടിഫിക്കറ്റോ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ഇല്ലാതെ പട്ടിണിയുടെയും വറുതിയുടെയും നടുവിലാണ് യുവതി കഴിഞ്ഞിരുന്നത്. നിലവിൽ കോടതി വിചാരണ നേരിടുന്ന യുവതി ഈ മാസം നടക്കാൻ പോകുന്ന വിചാരണയിൽ കുറ്റവിമുക്തയാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. കേസിൽ ഒഴിവായി ലഭിച്ചാൽ ദുബായ് എമിഗ്രേഷൻ അടുത്തിടെ ആരംഭിച്ച ഹാർബറിംഗ് സപ്പോർട്ട് പദ്ധതി പ്രകാരം യാത്രാവിലക്കുകളും പിഴകളും ഒക്കെ ഒഴിവാക്കി ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. കുഞ്ഞിന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹായത്തോടെ താൽക്കാലിക യാത്രാരേഖകൾ ലഭ്യമാക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുകയും ചെയ്യും. ചതിയിൽപ്പെട്ട് തനിക്കൊപ്പം ജയിലായ സന്ദേശ് പുറത്തുവരുമെന്നും തങ്ങളെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും യുവതിക്കുണ്ട്. അതേസമയം അപരിചിതരായ മനുഷ്യരെയും സോഷ്യൽ മീഡിയയിലെ വ്യാജ ജോലി വാഗ്ദാനങ്ങളെയും അന്ധമായി വിശ്വസിച്ച പ്രവാസ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കരുതെന്ന മുന്നറിയിപ്പും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യുവതി പങ്കുവയ്ക്കുന്നുണ്ട്.